ഹായ്, തങ്കമയിൽ ജുവലേഴ്സിന്റെ Q3 റിസൾട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ റീറ്റെയിൽ ജുവലേഴ്സിനെ എല്ലാത്തിനോട് സംസാരിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു തങ്കമയിലിന്റെ റിസൾട്ട് വരുമ്പോൾ സംസാരിക്കാമെന്ന്. കഴിഞ്ഞ ക്വാർട്ടറിൽ അവർ ഏകദേശം 44% റവന്യൂ ഗ്രോ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റിലും നല്ല ഗ്രോത്ത് വന്നിരുന്നു. കമ്പനിയിൽ ഏകദേശം 59 കോടിയോളം പാറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ തങ്കമയിൽ ജുവലേഴ്സിൽ. ഈ ക്വാർട്ടറിൽ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 112% റവന്യൂവിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ സംസാരിച്ച ജുവലറി സ്പേസിലുള്ള കമ്പനികളിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ തങ്കമയിൽ ജുവലേഴ്സിനാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ 44-45% ഉണ്ടായിരുന്നു. 112%-ഓളം ഗ്രോത്ത് എത്തിയിട്ടുണ്ട്. അതിൽ റീറ്റെയിൽ ജുവലറി മാത്രം നോക്കിയാൽ ഏകദേശം 109%-ഓളം ഗ്രോത്ത് ടോപ്പ് ലൈനിൽ കാണിച്ചിട്ടുണ്ട്. അവരുടെ ഹോൾസെയിൽ ബിസിനസ്സുകളോ കൂട്ടുമ്പോഴാണ് അവർക്ക് ഏകദേശം 112%-ഓളം റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്നത്. ഏകദേശം 119% കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കല്യാണിന്റെ PN ഗഡ്ഗിലിനൊക്കെ നോക്കിയാൽ അവർ കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ ഏകദേശം 30%-ഓളം ഗ്രോ ചെയ്ത സമയത്ത് കല്യാൺ 100%-ഓളം പ്രോഫിറ്റ് ഗ്രോത്തും അതുപോലെ PN ഗഡ്ഗിലിന് 120%-ന് മുകളിൽ പ്രോഫിറ്റ് ഗ്രോത്തും ഉണ്ടായിരുന്നു. സോ ആ രീതിയിൽ അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നുണ്ട്. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ ആ രീതിയിലുള്ള ഗ്രോത്ത് വന്നിട്ടില്ല. കല്യാണിന്റെ PN ഗഡ്ഗിലിലേക്ക് ഫുൾ റിസൾട്ട് വരാനിരിക്കുന്നുള്ളൂ. നമുക്ക് റിസൾട്ടിന്റെ അപ്ഡേറ്റ് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ കമ്പനിയിൽ ഗ്രോത്ത് ഹൈ രീതിയിൽ ഗ്രോത്ത് വന്നെങ്കിൽ കമ്പനിയുടെ എബിറ്റ മാർജിൻസ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിലൊക്കെ ചെറിയ മാർജിൻസിൽ കുറവ് വന്നിട്ടുണ്ട്. മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെറിയ രീതിയിൽ അവർ സെല് ചെയ്ത സമയത്ത് ഡിസ്കൗണ്ട് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫെസ്റ്റിവൽ സീസൺ ആയിരുന്നുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ആ മാർജിൻസ് ഡിക്രീസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ പാറ്റ് മാർജിൻ ചെറിയ രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് പാറ്റ് മാർജിനിൽ. മൊത്തത്തിൽ ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ള കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ടോപ്പ് ലൈൻ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ അവർ ഗ്രോ ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ഷോറൂംസ് ഒക്കെ കുറച്ചെണ്ണം കഴിഞ്ഞ ക്വാർട്ടറിൽ 2 ഷോറൂംസ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിരുന്നു. ഇപ്പോൾ ഏകദേശം 66ഓളം ഔട്ട്ലെറ്റ് ആണ് അവർക്ക് മൊത്തത്തിലുള്ളത്. ചെന്നൈയിലാണ് ഒരു 3-4 ഷോറൂംസ് ഈ ഒരു വർഷത്തിൽ അവർ മൊത്തത്തിൽ ഓപ്പൺ ചെയ്തിരുന്നു. സോ അതിൻ്റെയൊക്കെ വോളിയം ഗ്രോത്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ ഏകദേശം ഗോൾഡിൽ 32% വോളിയം ഗ്രോത്തും സിൽവറിൽ 41%, ഡയമണ്ടിൽ 46% വോളിയം ഗ്രോത്ത് വന്നിട്ടുണ്ട്. SSSG നോക്കിയാൽ ഈ ക്വാർട്ടറിൽ 60%-ന് മുകളിൽ SSSG വന്നിട്ടുണ്ട്. അതായത് അവർ ഓൾറെഡി ഉള്ള ഷോറൂംസിൽ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അതിപ്പം മെയിനായിട്ട് വന്നിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഗോൾഡിൽ ആ പ്രൈസിൽ ഇൻക്രീസ് വന്നുകൊണ്ടാണ്. ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് ആയതിൻ്റെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് SSSG ഒക്കെ ഈ കമ്പനികളിലെല്ലാം ഇത്രയും മുകളിലേക്ക് കയറി നിൽക്കുന്നത്. മൊത്തത്തിൽ ഈ ഫിഗേഴ്സ് ഒക്കെ നല്ല ഫിഗേഴ്സാണ്. ഇപ്പം നമുക്ക് ബാക്കി ഈ പറഞ്ഞ കല്യാണിൻ്റെ അതേപോലെ PN ഗഡ്ഗിലിലേക്ക് ഫുൾ റിസൾട്ട് വരണം. അപ്പോഴേ നമുക്ക് അവരുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ക്വാർട്ടറിലും നല്ല റിസൾട്ട് ആയിരുന്നു. അതുപോലെ പ്രോഫിറ്റ് ആണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിന്റെ PE റേഷ്യോ ഒക്കെ കഴിഞ്ഞ റിസൾട്ട് വന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ താഴേക്ക് വന്നിരുന്നു. ഏകദേശം 60-ന് മുകളിലുണ്ടായിരുന്ന PE റേഷ്യോ 44-45 കുറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൽ നമ്മൾ നോക്കിയാൽ നല്ല റീ റേറ്റിംഗ് കഴിഞ്ഞ ഒരു 3 മാസത്തിൽ വന്നായിട്ട് കാണാൻ പറ്റും. ഏകദേശം 100%-ഓളം റിട്ടേൺ ഈ സ്റ്റോക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു റിസൾട്ട് വരുമ്പോഴാണെങ്കിൽ പോലും സ്റ്റോക്കിന്റെ PE റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോൾ വീണ്ടും 64-ലേക്കാണുള്ളത്. അവിടെ നിന്ന് ഈ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് നേരെ 48 അവരുടെ PE റേഷ്യോ കുറഞ്ഞിട്ടുണ്ട്. അവരുടെ ഗ്രോത്ത് അതായത് പ്രോഫിറ്റ് ആ രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നതുകൊണ്ടാണ് ഈ PE റേഷ്യോ ഇങ്ങനെ താഴേക്ക് പോകുന്നത്. മാനേജ്മെന്റ് അങ്ങനെ റിസൾട്ടിന് ശേഷം കമന്റുകളും കാര്യങ്ങളൊന്നും പറയാറില്ല. അതുപോലെ PPT കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്യാറില്ല. റിസൾട്ട് ഡോക്യുമെന്റ് മാത്രമേ നമ്മുടെ കയ്യിൽ മെയിനായിട്ട് കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ അടുത്ത ക്വാർട്ടറിലൊക്കെ ഇവരിൽ എങ്ങനെയാണ് ഗ്രോത്ത് വരിക എന്നുള്ള കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണയില്ല. അതുപോലെ മാർജിൻസിൽ ഇനി തിരിച്ച് വീണ്ടും ഇമ്പ്രൂവ് ആവും എന്നുള്ള കാര്യം നമുക്കറിയില്ല. അടുത്ത ക്വാർട്ടറിൽ എത്ര ഷോറൂംസ് കൂടുതലായിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും നമുക്കറിയില്ല. ഈ കമ്പനിയെ ട്രാക്ക് ചെയ്യുന്ന ആളുകൾ ബാക്കിയുള്ള ഈ ഡോക്യുമെന്റുകളിൽ നിന്ന് വേണം നമുക്ക് ഏകദേശം അതിനെപ്പറ്റി ഒരു ധാരണ എത്താനായിട്ട്. നമുക്കിനി എന്തായാലും ഫുൾ റിസൾട്ടുകൾ വരട്ടെ ബാക്കിയുള്ള കമ്പനികളുടെ. അതിനുശേഷം നമുക്ക് മൊത്തത്തിൽ ഒന്നുകൂടെ സംസാരിക്കാം ഈ കമ്പനികളെല്ലാം പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.